ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് എന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയൊരു പ്രഭാതം കാണാൻ അവസരം തന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിലൂടെ പങ്കുചേരാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ആകുലതകളും നമ്മുടെ ടെൻഷനും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. എപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒത്തിരിയേറെ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം മാറ്റം വരുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെയും സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നവനാണ് നീയെങ്കിൽ ഈ കാര്യം ചിന്തിച്ചു കൊള്ളണം. എനിക്ക് മാറ്റാൻ പറ്റാത്ത, മനുഷ്യന് മാറ്റാൻ പറ്റാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് മാത്രം മാറ്റാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ. ഒത്തിരിയേറെ ആകുലതകളുണ്ടാകുമ്പോഴും ജീവിതത്തിൽ പലതും സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ കാര്യം മനസ്സിലുണ്ടാകട്ടെ. എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് മാത്രമേ ആ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുക, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നവനാണ് നീയെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം, എനിക്ക് മാറ്റാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് മാത്രം മാറ്റാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം, വചനത്തിൽ വിശ്വസിക്കാം, പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകാം. പുതിയൊരു പ്രഭാതം തമ്പുരാൻ തന്നിരിക്കുക. കൂടുതൽ പ്രാർത്ഥനയോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വചനം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചന, ഞാൻ മിക്കവാറും ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ പറയുന്നൊരു വചന, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. വളരെ ശക്തിയുള്ള ഒരു തിരുവചനമാണ്, വളരെ ശക്തിയുള്ള ഒരു തിരുവചനം. അത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മനസ്സിലുണ്ടാകണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങൾ കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന ടേബിളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൈകളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങളുടെ പോക്കറ്റിലൊക്കെ ഇട്ട് ഈ വചനമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. എൻ്റെ ടേബിളിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വചനമാണിത്, എഴുതി സൂക്ഷിക്കുന്ന ഒരു വചനം. വളരെ ശക്തിയുള്ള ഒരു വചനമാണിത്. വചനത്തെ നമുക്ക് എങ്ങനെയൊക്കെ സമീപിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സമീപിക്കുക. വളരെ സ്നേഹത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ ശക്തിയോടെ സമീപിക്കുക. വചനം ചേർത്ത് പിടിക്കുക. വചനത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാവും. പറ്റുമെങ്കിൽ ബൈബിൾ എടുത്ത് ഈ വചനം ഒന്നെടുത്ത് വായിക്കുക. യേശയ്യാ 40:31 കാണപ്പടം പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. വചനം എങ്ങനെയാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ലോകത്തിൽ ആശ്രയിക്കുന്നവരല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നവനല്ല, ഒരു സംവിധാനത്തിൽ വിശ്വസിക്കുന്നവനല്ല, ഒരു സംവിധാനത്തിൽ ആശ്രയിക്കുന്നവനല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കുന്നു പറയാം. നമ്മുടെയൊക്കെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നറിയോ? എന്തിലാശ്രയിച്ചാലാണ് ശക്തി പ്രാപിക്കുക? നമുക്ക് ജീവിക്കണമെങ്കിൽ ശക്തി വേണം അല്ലേ? മുൻപോട്ട് പോകണമെങ്കിൽ, ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തി വേണം. നമ്മുടെ ശരീരത്തിന് ശക്തി വേണം, ജീവിതത്തിന് ശക്തി വേണം, മനസ്സിന് ശക്തി വേണം, എല്ലാ കാര്യത്തിലും നമുക്ക് ശക്തി വേണം. ഈ ശക്തി തരുന്നത് ദൈവമാണ്. ഈ ശക്തി തരുന്നത് നമ്മുടെ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ചാലാണ് നമുക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ശക്തി ഉണ്ടെങ്കിലാണ് ഒരു സ്റ്റെപ്പെങ്കിലും മുൻപോട്ട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിലാണ് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ജീവിതത്തിൽ ശക്തി വേണം. ആ ശക്തി തരുന്നത് ദൈവമാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, വേറെ എന്തിലും ആശ്രയിച്ചാലും നമുക്ക് ശക്തി പ്രാപിക്കാൻ പറ്റില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. വളരെ ശക്തിയുള്ള വചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഏറ്റവും കൂടുതൽ പറക്കുന്നത് ആരാന്ന് നമുക്കറിയാം, കഴുകനാണ്. കേട്ടോ, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരെന്ന് പറയുക. ഏത് പ്രതിസന്ധിയിലും ജീവിക്കാനുള്ളൊരു കരുത്ത് കഴുകനുണ്ടെന്ന് പറയുക.
അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന പറയുക. എങ്ങനെയുള്ള മനുഷ്യരാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർ. അടുത്ത കാര്യം എന്ന് പറയണേ, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അവർ ഓടിയാലും, എത്ര ഓടിയാലും ക്ഷീണിക്കില്ല. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ നീ ഒത്തിരിയേറെ ഓടുന്നുണ്ടാകാം. എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? പക്ഷെ നീ ചിന്തിച്ചു കൊള്ളണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നീ എങ്കിൽ നീ ഓടിയാൽ തളരില്ല. ഒരിക്കലും നിനക്ക് തളർച്ച വരില്ല, ഒരിക്കലും ക്ഷീണിക്കില്ല. നീ നടന്നാൽ തളരില്ല. എങ്ങനെയൊക്കെ പോയാലും നിന്റെ ജീവിതത്തിൽ ക്ഷീണം ഉണ്ടാവില്ല, തളർച്ചയുണ്ടാവില്ല. നീ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നവനായിരിക്കും. എങ്ങനെയുള്ള മനുഷ്യർ? ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. മനസ്സിലുണ്ടാകണം ഈ വചനം. വളരെ ശക്തിയുള്ളൊരു വചനമാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നിനക്ക് ചുറ്റും നിന്നാലും, എത്രയേറെ സഹനങ്ങൾ നിനക്ക് ചുറ്റും നിന്നാലും, എന്തെല്ലാം വേദനകൾ നിനക്ക് ചുറ്റും നിന്നാലും നീ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. എത്രയേറെ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരില്ല. നിന്നെ തളരാതെ ക്ഷീണിപ്പിക്കാതെ ചിറകടിച്ചുയർത്താൻ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർത്ത് പിടിക്കുക, ദൈവത്തെ ചേർത്ത് പിടിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കാൻ കൊതിക്കുക. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഒരിക്കലും തകർന്നു പോകില്ല. കാരണം എന്താ? അവൻ്റെ ബലം ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ബലം ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവജനമേ, മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ദിവസം അതിരാവിലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റുള്ളവരോട് പറയണം ഇത് കാണണമെന്ന്, കേട്ടോ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന്. കാരണം ഒത്തിരി മക്കൾ ദൈവാനുഗ്രഹം കൊണ്ട് നിറയുന്നൊരു ശുശ്രൂഷയാണ്, വചനത്തിൻ്റെ ശുശ്രൂഷയാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്, ദൈവം നടത്തുന്നൊരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഈ വചന ശുശ്രൂഷയിൽ, വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുക, പ്രത്യേകമായിട്ട് ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ. കർത്താവിൻ്റെ ശക്തി ഓരോ മനുഷ്യനിലും ആഴ്ന്നിറങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. പ്രത്യേകമായിട്ട് അതിരാവിലെ തന്നെ വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ വചനത്തിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ കൊതിക്കുകയാണ്. കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരു നിമിഷം മൗനമായി ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഇന്ന് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. ജീവിതത്തിൽ ചില നിയോഗങ്ങളുണ്ടാകാം, ചില സങ്കടങ്ങളുണ്ടാകാം, ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചില സങ്കടങ്ങൾ നമ്മൾ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം, ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യേകമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വചനവും പ്രാർത്ഥന ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേര് പ്രാർത്ഥന സഹായം പറഞ്ഞു. ഒത്തിരിയേറെ പേര് അവരുടെ പ്രാർത്ഥനകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ നിമിഷം ഓർക്കുന്നു ആ പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ജപമാലയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവേ, യെശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് പറഞ്ഞു വെച്ചല്ലോ, യെശയ്യാ 40:31, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. വീണ്ടും ശക്തി പ്രാപിക്കാൻ, തളർന്നു പോകുക എൻ്റെ അവസ്ഥകളിൽ, വേദന നിറഞ്ഞ എൻ്റെ സാഹചര്യത്തിൽ, ബുദ്ധിമുട്ടുകളേറിയ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ കർത്താവെ വീണ്ടും ശക്തി പ്രാപിക്കാൻ എന്നെ നീ ശക്തനാക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നിൻ്റെ വചനത്തിൽ ആഴ്ന്ന്, നിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, നിൻ്റെ വചനത്തെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവേ, യെശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് പറഞ്ഞു വെച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ഓരോ വേദനകളും സങ്കടങ്ങളും നിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ടാകാം, ചില നൊമ്പരങ്ങളുണ്ടാകാം, ചില വേദനകളുണ്ടാകാം, ഇന്നത്തെ ഓരോ കാര്യങ്ങളുണ്ടാകാം.
ഇന്നത്തെ ഓരോ അവസ്ഥകളുണ്ടാകും. കർത്താവെ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനദൂത് കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണവാനായ ദൈവമേ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ മുൻപിലുണ്ട്. ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, കല്യാണം നടക്കാത്ത അവസ്ഥകളായിരിക്കും. എന്തു ആയിക്കോട്ടെ കർത്താവെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ശക്തി കൊണ്ട്, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവെ. പ്രാർത്ഥിക്കുന്നു ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ കർത്താവെ. എന്നെ കേൾക്കുന്ന ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം നൽകണേ തമ്പുരാനെ. അങ്ങയുടെ അഭിഷേകം കൊണ്ട് ഇവരെ നിറയ്ക്കണേ കർത്താവെ. പ്രത്യേകിച്ച് പലവിധത്തിലുള്ള വേദനകളെല്ലാം കടന്നു പോകുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഓടിത്തളരാതെ പിന്നെയും പ്രയത്നിക്കാൻ, നടന്ന് അവശതനാകാതെ പിന്നെയും മുൻപോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സജ്ജമാക്കണേ, അനുഗ്രഹിക്കണേ. കാരണവാനായ ദൈവമേ, ഈ വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ആശ്രയിച്ച്, പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകമായിട്ട് ഈ വചനദൂതിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണേ കർത്താവെ. ഇത് ഷെയർ ചെയ്യുന്ന ഓരോ മക്കൾക്കും, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങ് പ്രത്യേകമാംവിധം അനുഗ്രഹിക്കണേ കർത്താവെ. കാരണവാനായ ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോ മക്കളുടെയും നൊമ്പരങ്ങളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് തരുന്നു. ഈ ഉള്ളവൻ്റെ പ്രാർത്ഥനയുടെ എല്ലാവിധ ശക്തിയും വെച്ച് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വർഗം തുറന്ന് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവെ. ഈ അതിരാവിലെ, ഈ പ്രഭാത നേരത്ത് ഈ മക്കൾ കേൾക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടും, പ്രത്യേകമായിട്ട് സ്റ്റാറ്റസ് ആക്കാനായിട്ടും, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് അയച്ചു കൊടുക്കാനായിട്ടും ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ, ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഈ അവസരത്തിൽ, ഈ ശുശ്രൂഷ മേഖലയിൽ പ്രത്യേകമായിട്ട് പ്രശോഭിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവെ. കാരണവാനായ ദൈവമേ, പ്രത്യേകമായ വിധം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണേ. ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും യേശുനാമത്തിൻ്റെ അഭിഷേകവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങളും ഈ വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ശക്തി ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.